കൂടുതൽ വാർത്താറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോൺഗ്രസിനോട് ചായ്വുള്ള മണ്ഡലമാണ് മാവേലിക്കര. എന്നാൽ ഇത്തവണ വലതുപക്ഷത്തിന്റെ കോട്ടയിൽ ഇടതുപക്ഷമിറക്കിയത് യുവനേതാവിനെ. CA അരുൺകുമാറിന് മണ്ഡലത്തിൽ വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. തുടർച്ചയായി മണ്ഡലം നിലനിർത്തുന്ന കൊടിക്കുന്നിൽ സുരേഷിന് വലിയൊരു വെല്ലുവിളിയായിട്ടാണ് CA അരുൺകുമാർ മണ്ഡലത്തിലേക്ക് എത്തിയത്. കൂടാതെ BDJS പ്രതിനിധിയായ ബൈജു കലാശാലയ്ക്കും മാവേലിക്കരയിൽ കാര്യമായ സ്വാധീനം ചെലുത്താനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധിക്കില്ല. ഇപ്പോഴിതാ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ വിജയിക്കുമെന്ന വിലയിരുത്തലുമായി UDF കണക്കുകൾ സഹിതം രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ ഭൂരിപക്ഷം കുറയുമെന്നും UDF അഭിപ്രായപ്പെടുന്നുണ്ട്. ഇക്കുറി 48,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരിക്കും ലഭിക്കുകയെന്നാണ് UDF തിരഞ്ഞെടുപ്പ് സമിതിയുടെ നിഗമനം. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ 7 നിയോജകമണ്ഡല കമ്മിറ്റികൾ കൈമാറിയ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 61,138 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചത്. മാവേലിക്കരയിൽ 500 മുതൽ 1000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരിക്കും ലഭിക്കുക. അതായത് വോട്ട് കുത്തനെ കുറയും. പത്തനാപുരം 10,000, കൊട്ടാരക്കര 2,000 മുതൽ 3,000, കുന്നത്തൂർ 7,000 മുതൽ 10,000, കുട്ടനാട് 5,000, ചെങ്ങന്നൂർ 8,000 എന്നിങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിൽ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം. ഇത്തവണ പോളിംഗ് കുറഞ്ഞതിൽ ആശങ്കപ്പെടേണ്ടെന്നും CPMന്റെയും BJPയുടെയും അനുഭാവികളാണ് വോട്ട് ചെയ്യാൻ എത്താതിരുന്നതെന്നുമാണ് സമിതി വിലയിരുത്തൽ. വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വിദേശത്തുള്ളവർ കൂടുതലായി എത്താതിരുന്നതുകൊണ്ടാണ് പോളിംഗ് കുറയാൻ കാരണമായതെന്നും സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പഴുതടച്ചു നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം വിജയം കാണുമെന്നും സമിതി വിലയിരുത്തി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 4,40,415 വോട്ടായിരുന്നു കൊടിക്കുന്നിൽ നേടിയത്. അന്ന് CPMന് വേണ്ടി കളത്തിലിറങ്ങിയ ചിറ്റയം ഗോപകുമാറിന് 3,79,277 വോട്ടുകളാണ് ലഭിച്ചത്. NDA പാളയത്തിൽ നിന്നും BDJSനായി മത്സരിച്ച തഴവ സഹദേവന് 1,33,546 വോട്ടുകളും നേടാനായിരുന്നു. 2014 32,737 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു കൊടിക്കുന്നിലിന് ലഭിച്ചത്. പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമാണ് മാവേലിക്കര. ചരിത്രം പരിശോധിച്ചാൽ 2 തവണ മാത്രമാണ് മാവേലിക്കര ഇടത്തേക്ക് ചാഞ്ഞിട്ടുള്ളത്. 1967 ആദ്യമായി ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വെന്നിക്കൊടി പാറിച്ചത്. സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായ GP മംഗലത്തുമഠത്തിലൂടെയായിരുന്നു വിജയം. പിന്നീട് 33 വർഷത്തിന് ശേഷമായിരുന്നു CPM മണ്ഡലത്തിൽ വിജയിച്ചത്. 2004 CPMന്റെ S സുജാതയായിരുന്നു മണ്ഡലം പിടിച്ചത്. ഇക്കുറി ഇടതുപക്ഷത്തിനു വേണ്ടി AIYF നേതാവായ CA അരുൺകുമാറാണ് മത്സരിക്കുന്നത്. യുവ നേതാവിലൂടെ മണ്ഡലം പിടിക്കാമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ.